ഇസ്രയേലും അമേരിക്കയുമായുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ കനക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ അത്യാധുനിക മിസൈലുകൾ ഇതുവരെ ഉപയോഗിക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈൽ പുറത്തെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം ആധുനിക യുദ്ധമായി മാറുകയാണിപ്പോൾ. അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയച്ചതിന് പ്രതികാരമായാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ അത്യാധുനിക മിസൈലായ ഫത്ത പുറത്തെടുത്തത്. ഇറാൻ അവതരിപ്പിച്ച ഫത്ത മിസൈലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ വേഗതയാണ്. മാക് 15 വരെ ശബ്ദത്തിന്റെ വേഗതയുടെ 15 ഇരട്ടിയോളം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഏകദേശം 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ പേർഷ്യൻ ഗൾഫിലും അറേബ്യൻ കടലിലുമുള്ള ഏത് ലക്ഷ്യത്തെയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ കഴിവുള്ളതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് USS ട്രിപ്പോളി പോലുള്ള വൻ യുദ്ധക്കപ്പലുകൾ പോലും ഇതിന്റെ ലക്ഷ്യമായി മാറാമെന്ന ആശങ്കയാണ് പല പ്രതിരോധ വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ മിസൈലിന്റെ യഥാർത്ഥ ഭീഷണി അതിന്റെ വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ മുൻകൂട്ടി പ്രവചിക്കാവുന്ന പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫത്തയിൽ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അതിന്റെ പാത മാറ്റാൻ കഴിവുള്ളതാണ്. അന്തരീക്ഷത്തിനകത്തും പുറത്തും സങ്കീർണമായ വഴിത്തിരിവുകൾ സ്വീകരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ റഡാർ സംവിധാനങ്ങൾക്ക് പോലും അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇതോടെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇറാൻ പ്രധാനമായും പഴയ മിസൈലുകളെയാണ് ആശ്രയിച്ചത്. എന്നാൽ പിന്നീട് സെജിൽ, കൊറാം ഷഹർ, ഖൈബർ ഷെഖാൻ തുടങ്ങിയ കരുത്തുറ്റ മിസൈലുകൾ ഇറാൻ രംഗത്തിറക്കി. അതേസമയം ഇറാന്റെ മിസൈൽ പ്രകടനശേഷി കുറയ്ക്കാൻ ഇസ്രയേലും US-ഉം ശക്തമായ കരുനീക്കങ്ങളാണ് സ്വീകരിക്കുന്നത്. IDFന്റെ കണക്കനുസരിച്ച് ഇറാന്റെ ആകെയുള്ള 470 മിസൈൽ ലോഞ്ചറുകളിൽ 200 എണ്ണവും ഇതിനകം തകർക്കപ്പെട്ടു. എന്നിരുന്നാലും നസ്രല്ല സിസ്റ്റം ഉപയോഗിച്ച ഇസ്രയേലിലെ ഹൈഫ റിഫൈനറിക്ക് നേരെയും ഖത്തറിലെ വാതക കേന്ദ്രത്തിന് നേരെയും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ വിജയകരമായി പൂർത്തിയായത് എന്നതും ശ്രദ്ധേയമാണ്. അതിനൂതന മിസൈലുകൾ ഇറാൻ മാറ്റിവെച്ചിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇവ ഇതുവരെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തതോ അല്ലെങ്കിൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുന്ന അവസാന ഘട്ടത്തിലേക്ക് കരുതി വെച്ചിരിക്കുന്നതോ ആകാം. പുതിയ മിസൈലുകളുടെ എണ്ണം പരിമിതമായതും ഒരു കാരണമാകാമെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. വിവിധ തരത്തിലുള്ള 20-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നതാണ് ഇറാന്റെ ആയുധ ശേഖരം. ഷഹാബ് 1, ഷഹാബ് 2, ഖിയാം 1, ഹോർമു സീരീസ്, ഷഹാബ് 3, ഗദർ 110, ഖൈബർ ഷെഖാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതു മാത്രമാണ്. യുദ്ധത്തിനിടയിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു നീക്കമായിരുന്നു ചാഗോസ് ദ്വീപുകളിലെ ഡീഗോ ഗാർസിയിലുള്ള US-UK സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണം. സാധാരണഗതിയിൽ ഇറാനിയൻ മിസൈലുകളുടെ പരിധി 2000 കിലോമീറ്റർ ആണെന്നിരിക്കെ 4000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഖുറാം ഷഹർ മിസൈലുകൾ എത്തിയത് സാങ്കേതികമായി വലിയ ചർച്ചയായി. 2 ഖുറാം ഷഹർ മിസൈലുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. വാർഹെഡിന്റെ ഭാരം കുറച്ച് ഇന്ധനശേഷി വർദ്ധിപ്പിച്ചതിലൂടെയാണ് ഇറാൻ ഈ ദൂരപരിധി മറികടന്നത് എന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടില്ലെങ്കിലും അത്യാധുനിക സംവിധാനങ്ങളുടെ അഭാവം ശ്രദ്ധേയമാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ ഇറാൻ പുതിയ തന്ത്രങ്ങൾ പയറ്റുമോ അതോ തങ്ങളുടെ പക്കലുള്ള സർപ്രൈസ് ആയുധങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തെടുക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനങ്ങളിലൊന്നാണ്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായികളോട് പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള സങ്കീർണമായ നടപടികൾ നീട്ടിവെക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.